ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ഏലം ഒരുവിധമൊക്കെ പൂവിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമായിട്ട് കാണാനായിട്ട് നമുക്കൊരു സന്തോഷം തോന്നും. ഇപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങിയാൽ ഏത് ഏലത്തിലും പൂവില്ലാത്ത ഒരേലം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവൊന്നും ഉണ്ടാകുന്നില്ല. ആകെ ഒരു സങ്കടത്തിലായിരുന്നു. ഏലം മുഴുവൻ നശിപ്പിച്ചു കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏലം നല്ലതുപോലെ പോയിട്ടുണ്ട്. ഒടിഞ്ഞൊക്കെ പോയി കിടക്കുകയാണ്. ഏലത്തിലേക്ക് അധികം പണികൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നല്ല മഴയെന്ന് പറഞ്ഞാൽ തുള്ളി തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങിയില്ല. എന്നാൽ ഇന്നൊന്ന് ഇറങ്ങാം. ഇന്ന് മക്കൾക്കൊക്കെ ഇവിടെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഇറങ്ങാം. എന്താണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് നിങ്ങളെ ചക്ക, ആ ചക്ക എല്ലാം ഇവിടെ പഴുത്ത് വീഴാൻ തുടങ്ങി കേട്ടോ. ഞാൻ പലരോടായി പറഞ്ഞിരുന്നു ചക്ക പഴുത്ത് വിളഞ്ഞിട്ടുണ്ട്, പോരാൻ പറഞ്ഞിട്ടുണ്ട്. നാളേക്കായിട്ട് അവർ കയറി വന്നിട്ടുണ്ട്, പോവായിരിക്കും. ഈ ചക്ക മുഴുവനും ഞാൻ വെട്ടിക്കളയാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴും പല സ്ഥലങ്ങളിലും ചക്കയില്ലല്ലോ എന്നോർത്ത് വെട്ടിക്കളയാതെ പോയതാണ്. എനിക്കറിയാം ഈ മഴയാകുമ്പോൾ ഇങ്ങനെ പഴുത്ത ഏലത്തിൻ്റെ മൂട്ടിലേക്ക് വീഴും. എനിക്ക് തന്നെ അതൊരു പണിയാകും. ഏലവും പോവും. ഈ ചക്കവാറിൽ എൻ്റെ ഒരു പണിയായി മാറുമെന്ന്. എന്നിട്ടും ഞാൻ ചക്ക വെട്ടിക്കളയാഞ്ഞത്, ചക്കയില്ലാതെ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു ചക്ക നിൽപ്പുണ്ടോയെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെട്ടിക്കളയാതിരുന്നത്. സാധാരണ എല്ലാവരും തന്നെ ഏലത്തിൽ ആദ്യം ചക്ക വിരിയുമ്പോഴേ ഏലത്തിനകത്തുള്ള പ്ലാവുകളിലെ എല്ലാ ചക്കയും വെട്ടി ദൂരെ അവസ്ഥ ഇതായതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. കണ്ടോ, കാറ്റ് പടത്തിയിട്ടേക്കുന്ന ഏലങ്ങളാണിതെല്ലാം. ചെറിയ കാറ്റല്ലായിരുന്നു കേട്ടോ, നല്ല 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 കാറ്റായിരുന്നു. ഏലം മാത്രമല്ല, വാഴയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാറ്റെടുത്ത് പടത്തി കളഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് പൊക്കപ്പുറമായതുകൊണ്ട് തന്നെ കാറ്റ് കൂടുതലായിട്ട് വീശി പെട്ടെന്ന് പിടിക്കും കേട്ടോ. അതല്ല ഇച്ചിരി എല്ലായിടവും കാറ്റാണെന്ന് തോന്നുന്നു. ഞാൻ ടൗണിലേക്കൊക്കെ ഇറങ്ങിയപ്പോഴും കാറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് പൊക്കപ്പുറം ആയതുകൊണ്ടാണ് ഇത്ര ഏലങ്ങൾ വലിച്ചൊടിഞ്ഞേക്കുന്നത്. മഴ തോർന്ന് നിന്ന സമയത്താണ് കേട്ടോ ഞാൻ കുറച്ച് നേരം ഏലത്തെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ്ട് മഴയൊന്ന് കുറഞ്ഞ് നിന്നപ്പോഴത്തേനും ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടി വന്ന് ഇറങ്ങിയതാണ്. പൂവൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്നും ഞാൻ പറഞ്ഞല്ലോ ഏലത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഞാനൊന്ന് നടന്ന് പോവാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇതാണ്ട് അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് കുക്കുമോൾ ഇവിടെ തൂത്തുവാരാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്ത് ചെയ്താൽ ചപ്പ് പോകുന്നില്ല കേട്ടോ. തൂത്തും മടുത്തല്ല, ചപ്പൊന്നും പോകുന്നില്ല. മഴയൊന്ന് കുറച്ച് മാറിക്കഴിഞ്ഞ് കുറച്ചൊന്ന് തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് തൂക്കാമെന്നും പറഞ്ഞ് ഞാൻ അവളെ കയറ്റി വിട്ടു. ഇനി അവളെ കൊണ്ട് തൂപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തുമില്ല. ഞാൻ തന്നെ തൂത്തുവാരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എല്ലാം കഴിഞ്ഞാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത്. ദാണ്ടെ പത്തിരിക്ക് വേണ്ടിയിട്ട് കുഴച്ച് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. പത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ പത്തിരി പ്രസ് വെച്ചിട്ടാണ് കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ ചപ്പാത്തി പലകയെ വെച്ച് തന്നെ ഉരുട്ടിയെടുക്കും. ചപ്പാത്തി പോലും എനിക്ക് ചപ്പാത്തി പലകയെ വെച്ച് ഉരുട്ടിയെടുക്കാനായിട്ട് അത്ര വശമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പത്തിരി പ്രസ്സെ വെച്ചിങ്ങനെ പത്തിരി ഓരോന്നായിട്ട് എടുത്ത് ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ തൂക്കി ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഇതാണ് എളുപ്പം. കുറച്ചൊന്നായി കഴിയുമ്പോഴത്തേനും ഞാനിത് ദോശക്കല്ലിട്ട് തന്നെ ചുട്ടെടുക്കും. എനിക്ക് പത്തിരിക്കല്ലൊന്നുമില്ല, എനിക്ക് ഒരു ദോശക്കല്ലേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം കാണിച്ചിരുന്നു. ഞാൻ ഇതിൽ തന്നെയാണ് ചപ്പാത്തി ചുടുന്നതും ദോശ ഇടുന്നതും എല്ലാം. പത്തിരിയും ചപ്പാത്തിയും ചുട്ട ശേഷം ഒന്നും ദോശ ഇടുമ്പോഴത്തേന് അടി പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന് കാരണം ഇതിൽ മുട്ട പൊരിച്ചെടുക്കുന്നതുകൊണ്ടാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒന്നുകൂടി പറഞ്ഞു തന്നത്. ഇവിടെ വേണ്ട പത്തിരിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പാലില്ലെങ്കിൽ ഫത്താഹ് എഴുന്നേറ്റ് വന്ന് കരയും. അവന് നിർബന്ധമാണ് തേങ്ങാപ്പാൽ. ഇറച്ചിക്കറി കൊടുത്താലൊന്നും അവൻ സമ്മതിക്കില്ല. അതിൽ തന്നെ ഇന്നിവിടെ ഇറച്ചിക്കറി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേണ്ട പത്തിരിയും തേങ്ങാപ്പാലുമാണ് എല്ലാവർക്കും തന്നെ. കാക്കുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ കാക്കു ഇങ്ങനെ തന്നെ കഴിച്ചോളും കേട്ടോ, പത്തിരിയും തേങ്ങാപ്പാലുമായിട്ട്. അതൊന്നും ഇവിടെ പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞു. കറി പോലും ഇല്ലാതെ പത്തിരി കഴിക്കും ചായയുടെ കൂടെ. എന്നാലും പത്തിരിക്ക് തേങ്ങാപ്പാലൊരു നിർബന്ധം ഇവിടെ ഉള്ളത് തന്നെയാണ്. ആ കൂടെ വേറെ എന്ത് കറി ഒഴിച്ച് കഴിച്ചാലും ശരിയാവത്തില്ല കേട്ടോ. ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ തേങ്ങാപ്പാൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഞാൻ തേങ്ങാപ്പാലിനകത്ത് പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത്. ചില സ്ഥലങ്ങളിൽ തേങ്ങാപ്പാലിൽ ഉപ്പ് ചേർത്തെടുക്കും. ഇവിടെ ഞാൻ പഞ്ചസാര ചേർത്തെടുക്കും, അതാണ് ടേസ്റ്റ്. ആ പൊടിയൊക്കെ കഴിഞ്ഞ് ദാണ്ട കുക്കുമോള് തൂത്തിട്ട് ഇലയൊന്നും പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയത് തൂത്തു. മഴയ്ക്ക് യാതൊരു കുറവില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് തോർന്നു നിന്ന സമയത്താണ് ഞാൻ ഈ തൂത്ത് വാരിയെടുത്തത്. പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ വേണ്ട ഞാൻ ഈ തൂത്തുവാരെല്ലാം കഴിഞ്ഞപ്പോഴത്താണ് കേട്ടോ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഏലം പിരിച്ച് നടുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ
വീഡിയോ എടുക്കാൻ പോയതാണ് കേട്ടോ. ഏലം പിരിക്കുന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പം തന്നെയാണ് ഏലം പിരിക്കാനായിട്ട്. ഇവിടുത്തെ പറമ്പിലെ ഏലമാണ് ഇത്രയും എളുപ്പത്തിൽ പിരിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണം മണ്ണിട്ട് കൊടുത്തിട്ടില്ല. ഈ ഏലം മറ്റൊരു പറമ്പിലേക്ക് മാറ്റേണ്ടത് കൊണ്ട് തന്നെ അധികം പണി അണ്ണച്ചി ചെയ്തിട്ടില്ലായിരുന്നു. നല്ലപോലെ മണ്ണൊക്കെ ഇട്ട് നിർത്തിയ ഏലമാണെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ദാണ്ട ഇങ്ങനെയാണ് ഏലം പിരിക്കുന്നത്. ഇനി നിങ്ങളാരും ഏലം പിരിക്കുന്നത് കണ്ടിട്ടില്ലെന്ന് പറയരുത്. ഒരുമിച്ച് നിൽക്കുന്ന ഏലത്തിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം ദാണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വേരൊക്കെ പൊട്ടാതെ വേണം കേട്ടോ വലിച്ചെടുക്കാനായിട്ട്. ഇവർക്ക് നല്ല വശമുള്ള പണിക്കാരായതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. ഞാനൊക്കെ ഇവിടെ ഏലം പിരിക്കുന്ന സമയത്ത് പതിയെ ഒരു ഏലം പിടിക്കാൻ നല്ല സമയം എടുക്കും കേട്ടോ. വളരെ പതിയെ ഞങ്ങളത് വലിച്ചെടുക്കുകയുള്ളൂ. വേരെങ്ങാനും പൊട്ടിപ്പോയാലോ എന്നോർത്ത്. ഈ വലിച്ചെടുത്ത ശേഷം ഉണ്ടായി നിൽക്കുന്ന ആ ഒരു ശരങ്ങൾ മുറിച്ച് കളയും കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് ശരത്തെ കായൊക്കെ ആയി ഏലത്തിനൊരു തട്ടുകേട് വരുമെന്നാണ് പറയുന്നത്. മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ പുതിയ ചിമ്പൊക്കെ അടിച്ച് കയറി വന്നോളും. അതേസമയം ഈ ശരം അവിടെ നിൽക്കുവാണെങ്കിൽ കണ്ട മുറിച്ച് കളയുന്നവർ ശരം അവിടെ നിൽക്കുവാണെങ്കിൽ ആ ഏലത്തിൻ്റെ വളർച്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ 4 പേര് കൂടിയാണ് കേട്ടോ ഏലത്തട്ട പറിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏലത്തട്ടകൾ പറിച്ചെടുക്കുന്നുണ്ട് അവർ. ഇനി ഈ ഏലത്തട്ട കെട്ടി വെക്കുന്നതിനും പ്രത്യേകതയുണ്ട്. കുറച്ച് ദൂരം ഏലത്തട്ട കൊണ്ടുപോകണം. ഇവിടെ അടുത്തല്ല, കുറച്ച് മുകളിലായിട്ടാണ് പറമ്പ്. അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ തട്ട ഒടിയാതൊക്കെ നോക്കണം. അതുകൊണ്ട് തന്നെ ഏലത്തട്ട കെട്ടി വെക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം. ഒന്നും കൂടെ കണ്ടോ. അടുത്തയാൾ ഇതാണ് അണ്ണച്ചി കേട്ടോ. അണ്ണച്ചിയുടെ പറമ്പിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അണ്ണച്ചി സ്വന്തമായിട്ട് നോക്കുന്നത് കേട്ടോ. ഈ അണ്ണച്ചിയൊക്കെ ഏലം വെച്ച് കണ്ടാണ് കേട്ടോ എനിക്ക് ഏലം വെക്കണമെന്നൊരാഗ്രഹം തന്നെ തോന്നിയിട്ടുള്ളത്. 14 വർഷത്തോളമായി കേട്ടോ ഏലം കൃഷിയിൽ അണ്ണച്ചി ഇറങ്ങിയിട്ട്. അപ്പം പുള്ളി ചെയ്യുന്നതൊക്കെ ഓരോന്ന് കണ്ട് നമുക്കിങ്ങനെ ആഗ്രഹം തോന്നി ഏലം വെക്കണമെന്ന്. ഇങ്ങനെ ഏലം വെച്ചപ്പോൾ എനിക്ക് ഓരോന്നൊക്കെ വന്ന് പറഞ്ഞു തരുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഇതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. മരുന്നുകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് സഹായമായിരുന്നു കേട്ടോ. ദാണ്ട ഇങ്ങനെയാണ് കേട്ടോ തട്ട കെട്ടി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ കെട്ടുന്നത് കൂടി കാണിച്ചു തരാം. ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് കെട്ടി വെക്കും. എന്നിട്ട് വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഇത് എടുത്തുകൊണ്ട് പോകേണ്ടതും. അല്ലെങ്കിൽ തട്ട ഒടിഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. തട്ട കെട്ടുന്നത് ഇങ്ങനെയാണ്. താഴേക്കൊരു വശത്തേക്ക് തട്ട അടുക്കി വെച്ച് താഴെ കണ്ടോ തട്ടയുടെ ആ ഒരു ചിമ്പ് വളരെ ശ്രദ്ധിക്കണം. നല്ല ചിമ്പുള്ള തട്ടകളാണ് എടുക്കുന്നത്, എങ്കിലേ പെട്ടെന്ന് ചിമ്പൊക്കെ അടിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ട വളരെ ശ്രദ്ധിച്ച് അവർ ചിമ്പിങ്ങനെ നോക്കിയാണ് കെട്ടുന്നത്. ശരമൊക്കെ മുറിച്ച് കളയാൻ വിട്ടുപോയേക്കുന്ന അവർ വെക്കുന്ന സമയങ്ങളിൽ മുറിച്ച് കളയും. ഏലത്തട്ട എടുക്കുന്നതും അല്ലെ ഏലത്തട്ട ഇത് കെട്ടുന്നതും എല്ലാം അത്രമേൽ അറിയാവുന്നവരാണ് കേട്ടോ ഏലപ്പണിയെക്കുറിച്ച്. തട്ട ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി താഴെ ഒരു കെട്ടും മുകളിലായിട്ട് ഇങ്ങനെ ഒരു കെട്ടും കൂടെ കെട്ടുന്നുണ്ട്, എങ്കിലേ തട്ട ഒടിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. അതല്ല ഒരു വശം മാത്രമാണ് കെട്ടുന്നതെങ്കിൽ തട്ടയൊക്കെ ഒടിഞ്ഞു പോകും. നമ്മൾ എവിടുന്ന് തട്ട കൊണ്ടുവന്നാലും ഇങ്ങനെ 2 കെട്ട് കെട്ടിയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇത് കുറച്ച് ചുമക്കാനും കൂടെ ഉള്ളതുകൊണ്ട് അവർ നല്ല രീതിയിൽ കെട്ടി വെക്കുന്നുണ്ട്. അതുപോലെ പറിച്ചിട്ടേക്കുന്ന ബാക്കി തട്ടകളെല്ലാം അടുക്കി പെറുക്കി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ തകർക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തട്ടയുടെ പുറകെ വരാനൊന്നും പറ്റിയില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ തട്ട വെച്ചേക്കുന്ന പറമ്പിലേക്ക് വന്നത് കേട്ടോ. വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ദാണ്ട ഏലത്തട്ടയൊക്കെ ഏറെക്കുറെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല അടുപ്പത്തിലാണ് വെച്ചേക്കുന്നത്. സാധാരണ തട്ടകൾ വെക്കുമ്പോൾ കുറച്ചും കൂടെ അകലത്തിൽ വെക്കും. എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടുപ്പത്തിൽ തന്നെ വെച്ചതാണെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടെ അകലത്തിലാണ് സാധാരണ തട്ടകൾ വെച്ച് പോകുന്നത് കേട്ടോ. എന്താണേലും ഇത് കണ്ടപ്പം ഇനിയും തട്ടകൾ വെക്കാനായിട്ട് തന്നെ നമുക്ക് കുഴിയുടെ അവിടെ കൊണ്ട് തട്ടകൾ ഇട്ടിട്ടുണ്ട്. എല്ലാം വെക്കാനായിട്ട് ഈ പറമ്പ് മൊത്തം തന്നെ JCBക്ക് കിളച്ച് മറിച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴിയെടുത്ത് തട്ടകൾ വെക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നല്ലതുപോലെ അളവും വീതിയും എന്തോ ഒരു കണക്കുണ്ട് കേട്ടോ. ആ കണക്ക് പ്രകാരം വേണം കുഴിയെടുത്ത് ഏലം വെക്കുവാനായിട്ട്. കുഴി നികത്തിയാണ് ഏലം വെക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ JCBക്ക് മുഴുവൻ കിളച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി ഏലം വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ പറമ്പ് കിളച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഏലം കിടക്കുന്നത് കാണാനായിട്ട്. JCB കിളച്ച് പോയിട്ട് തന്നെ 2 മാസത്തോളമായി. അതാണ് ചെറിയ കാടുകളൊക്കെ പിടിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഏലം വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്.
ഏലം പറിക്കാൻ പാടാണെങ്കിലും വെക്കാൻ എളുപ്പമാണ് കേട്ടോ. പറിക്കാൻ ഈ പറയുന്ന പാടൊന്നും ഇല്ല. ഇവിടെ ഒട്ടും പാടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ മണ്ണൊന്നും ഇട്ട് പൊക്കാഞ്ഞുകൊണ്ട് ഇവിടെ പടാന്ന് ഏലം പറിച്ച് മാറ്റാമായിരുന്നു. ഇതിലും കുറച്ചുകൂടെ പാടാണ് കേട്ടോ. എനിക്ക് പാടാണ് ഏലം പറിച്ചെടുക്കാനായിട്ട്. ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഏലത്തിൻ്റെ വേര് മാത്രം ഒന്ന് മണ്ണിൽ കൊടുത്താൽ മതി. കുറച്ച് മണ്ണ് എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കുഴിച്ചൊന്നും ഏലം ഇറക്കി വെക്കണ്ട. ശേഷം ഒരു കമ്പ് നാട്ടി കൊടുത്ത് ഒന്ന് പിടിച്ച് കെട്ടി വിടും. കാരണം ഏലത്തിൻ്റെ വേരൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാറ്റൊന്നും എടുത്ത് വേരൊന്നും അനങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് നാട്ടി കൊടുക്കും. ഈ കമ്പൊക്കെ ഒരു 45 ദിവസം കഴിയുമ്പോൾ അഴിച്ച് കളയും. ഇതാ കണ്ടോ, ഏലം വെക്കുന്നത് കണ്ടില്ലെന്നും ഇനി ആരും പറയണ്ട. ഇങ്ങനെയാണ് ഏലം വെക്കുന്നത്. ഏലം അങ്ങോട്ട് വെച്ച് കൊടുത്ത് ആ വേരിനെ ഒന്ന് മൂടി ദാണ്ട ഒരു കമ്പ് നാട്ടി കൊടുക്കുന്നുണ്ട്. ആ കമ്പിനെ ഏലത്തോട് ചേർത്ത് പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കും. അപ്പോൾ കെട്ടിക്കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ദാണ്ട നമുക്ക് ഇവിടുത്തെ അണ്ണച്ചി തന്നെ സ്വന്തമായിട്ട് ഏലം വെക്കുന്നത് നമുക്ക് നോക്കാം. അണ്ണച്ചിക്ക് കൂടെ ആൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കൈ കൊണ്ട് തന്നെ ഏലം നാട്ടിപ്പിടിക്കും. അടുത്ത കൈ കൊണ്ട് തന്നെ ഏലത്തിന് മണ്ണൊക്കെ വാരിയിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ താഴത്തെ പറമ്പ് മുഴുവൻ സ്വന്തമായിട്ടുള്ള പണികളായിരുന്നു. ചിലപ്പോൾ മരുന്നൊക്കെ അടിക്കുന്നതൊക്കെ തന്നെയായിരിക്കും. ഓസ് വലിക്കുന്നതും എല്ലാ പണികളും തന്നെ ചിലപ്പോഴൊന്നുമില്ല കൂടുതലും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇനി പുറകെ വരുന്ന ആൾ ഈ ഏലത്തിന് കമ്പ് നാട്ടി കൊടുത്തോളും. പുള്ളി അടുത്തടുത്തേക്ക് അപ്പോഴേ പോവുകയാണ്. ഒരെണ്ണം വെച്ചു. അടുത്തതിന് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് വന്ന് ഇവിടെ കമ്പ് നാട്ടി കൊടുക്കാൻ ആളെത്തും. നാട്ടി കൊടുത്ത് പിടിച്ച് കെട്ടിക്കൊടുക്കും. അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് പോകുന്നുണ്ട്. ഈ ഏലം എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഏലം ചപ്പിട്ടൊന്ന് മൂടി കൊടുക്കും കേട്ടോ. ഏലത്തിൻ്റെ ചുവട് ആ ചപ്പിട്ട് മൂടി കൊടുക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല. കാരണം അബി ഇന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുമായിരുന്നു. അപ്പോൾ അവൻ എന്നെ വിളിച്ചു വീട്ടിൽ വരെ ചെല്ലാൻ പറഞ്ഞ്. അങ്ങനെ അവനെ കാണാനായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏലത്തിന് ചപ്പിട്ട് മൂടുന്നത്, ഏലം വെച്ച ശേഷം ചപ്പിട്ട് മൂടുന്നത് എങ്ങനെയാണെന്ന്. അപ്പം മിക്കവാറും തന്നെ എനിക്കിപ്പം പോയ മൂട് വെക്കാനായിട്ട് നമുക്ക് തട്ട ഉണ്ടെങ്കിൽ വെക്കും. ആ കൂടെ തന്നെ കാണിക്കാമെന്നുള്ളതേ ഉള്ളൂ. അറിയില്ല, തട്ട നോക്കിയില്ല ഇതുവരെ ഉണ്ടോ എന്ന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. തസ്നി കയറി ചെന്ന് ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് എന്നെ കാണാനായിട്ട്. തണുപ്പ് കൂടിയിട്ട് തലയും കുത്തി നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ്. അമ്മച്ചി ഇവിടെ ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും ഒക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അവന് പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ ഒക്കെ പുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാങ്ങ ഒക്കെ പറക്കി ഞാൻ കുറേ അങ്ങ് തിന്നു. എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ പാവം കളിച്ച് നിൽക്കും. അയറ് പോവാണോടാ? എന്ന് വരും? മാമി അയറൂനെ പറ്റിച്ചോ? ഹണി കേക്ക് തരാൻ പറ്റിച്ചോ? ഹണി കേക്ക് വേണമായിരുന്നോ? ഇനി വരുമ്പോ തരാവേ. വരുമ്പോ തരാവേ. അങ്ങനെ വേണ്ട ചോറൂണൊക്കെ കഴിഞ്ഞ് ഇലയൊക്കെ പൊതിയട്ടി എടുത്ത് താണ്ട പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഒത്തിരി പാട്ട് പഠിച്ചോണ്ട് പറഞ്ഞു മുന്നേ പഠിപ്പിക്കാനേ. അപ്പിയാണോ? മാമിയോ? ഐറിൻ ഹണി കേക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓക്കെ ഓക്കെ പറ. എന്നാ പറഞ്ഞാലും അവൻ വന്നിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. ഈ പ്രാവശ്യം വന്നിട്ട് അവൻ്റെ കൂടെ ഒരു ദിവസം പോലും നിന്നില്ല. കേക്ക് ഓർഡറുകളും എന്തൊക്കെയോ കുറച്ച് തിരക്കുകളും പിന്നെ മക്കളുടെ സ്കൂൾ തുറന്നില്ലേ, അതാണ് മെയിനായിട്ട് കാരണം നിൽക്കാഞ്ഞതിന്. സ്കൂളിൽ വിടേണ്ടത് കൊണ്ടൊക്കെ രാത്രി നിന്നില്ലെങ്കിലും പകൽ ഞാൻ അവനെ വഴക്കുണ്ടാക്കാനൊക്കെ ഇറങ്ങി പോകുന്നു. അതും പറ്റിയില്ല കേട്ടോ. എന്തൊക്കെയോ തിരക്കുകളായിരുന്നു. എനിക്ക് മാത്രമല്ല അവനും എന്തൊക്കെയോ തിരക്കുകളായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുമായിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.